നമസ്കാരം. സാധാരണ ഒരു 50 വയസ്സിന് ശേഷമൊക്കെ തന്നെ കാണുന്ന പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ കൈകാൽ തരിപ്പ് മരവിപ്പ് എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കാണാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പല കാരണങ്ങളുണ്ട്. ഇത് നമുക്ക് ഒരു രാത്രി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ കാല് നിലത്ത് കുത്താൻ പറ്റാത്തതുപോലെയുള്ള തരിപ്പ് ഉണ്ടാവും. കാലവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് എന്നുള്ള രീതിയിൽ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. എന്തെങ്കിലും ഒരു സാധനം പിടിക്കുന്ന സമയത്താണെങ്കിൽ ശരിയായിട്ട് ശക്തി കിട്ടാത്ത പോലെ തോന്നാം. അല്ലെങ്കിൽ ചൂട് ഉള്ള സാധനം തൊട്ടാൽ പോലും ചൂടറിയാത്തതുപോലെ സർക്കുലേഷൻ്റെ കുറവ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ വേദന കുറവായിട്ട് തോന്നാം. ഇങ്ങനെയുള്ള തരിപ്പും മരവിപ്പും കാരണം ബുദ്ധിമുട്ടുന്നവരാണ് പലരും തന്നെ. പലപ്പോഴും നമ്മൾ ഇരുന്ന് അതേ സ്ഥലത്ത് തന്നെ അനങ്ങാണ്ടിരുന്ന് ചെയ്യുന്ന സമയത്ത് മസിലിനൊന്നും ശരിക്കും കാര്യമായിട്ടുള്ള ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കാത്തത് കാരണമൊക്കെ തന്നെ ഇങ്ങനെ വരാറുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല കാരണങ്ങൾ അറിയുന്നതിന് കൂടെ തന്നെ ഇത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ളവർക്ക് വേണ്ടി അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ള ആളുകളാണെങ്കിലോ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലാതെ നിൽക്കുന്ന ആളുകളാണെങ്കിലോ അതുപോലെ ഒരുപാട് കാലങ്ങളായിട്ട് വൈറ്റമിൻ ഡി വളരെ ലോ ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം കേട്ടോ. അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും ഒക്കെ കാരണം ഇതുണ്ടാവാം. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മളൊന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനി അതല്ലാതെ നമുക്ക് ഡയറ്റിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരുത്താം. കാഷ്യൂനട്ടും ആൽമണ്ടും പിസ്തയും ഉണ്ടെങ്കിൽ നമുക്കൊരു മിക്സ് തയ്യാറാക്കി വെക്കാം. 2 കാഷ്യൂനട്ട്, 2 ബദാം പരിപ്പ്, അതുപോലെ തന്നെ ഒരു 5 പിസ്ത. ഇത്രയും കാര്യങ്ങൾ പൊടിച്ച് വെക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി വെക്കുകയോ ചെയ്യാം. പൊടിച്ച് വെച്ചാൽ അതേ സമയത്ത് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു അമൗണ്ടിൽ പൊടിച്ച് വെച്ചത് നമ്മൾ ഒരു 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത്. ഇത് 1 കപ്പായിട്ട് തിളപ്പിച്ച് പകുതിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം കഴിക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേര സമയങ്ങളിൽ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാം. മരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫ്ലേവർ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏലക്കായോ ഒക്കെ തന്നെ ചേർക്കാവുന്നതുമാണ്. മധുരം ഒട്ടും നിർബന്ധമല്ല. ഇനി മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ അതിൽ നമുക്ക് ശർക്കര പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് ചേർക്കാവുന്നതുമാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പോഷകാഹാരക്കുറവ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണെന്ന് പറഞ്ഞു. അപ്പം കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നിലക്കടല. അതുപോലെ ഒരു 30-40 റൈസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി, ഒരു 10-12 കാഷ്യൂനട്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിയാക്കി വെക്കാം. അതിന് കൂടെ തന്നെ ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ ഒരു പിഞ്ച് സിന്നമൺ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് നല്ല നെയ്യിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ലഡു രൂപത്തിൽ തയ്യാറാക്കി വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മധുരം ആവശ്യമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശർക്കര ചേർക്കാവുന്നതുമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് പെറ്റൽസും അതുപോലെ ഉലുവയും കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിക്സാണ്. 5 ഗ്രാം ഡ്രൈഡ് റോസ് പെറ്റൽസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കെമിക്കൽ അടങ്ങിയിട്ടുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി എടുക്കുന്നതാണെങ്കിൽ അതാണ് നല്ലത്. അതുപോലെ ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടെ ചേർത്തിട്ട് അല്പം പാലിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വൈകുന്നേര സമയങ്ങളിലോ രാത്രി കാലങ്ങളിലോ നമുക്കിത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള നെർവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഒരു 5 ഗ്രാം ജാഗരിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ എടുക്കാം. ഇത് നമുക്ക് ഒരു പിഞ്ച് നമ്മുടെ തേയിലപ്പൊടി നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളത്തിലാണ്, പാലിലല്ല തിളപ്പിക്കുന്നത്, നന്നായിട്ട് തിളപ്പിച്ച് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ഈ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് കുടിക്കാൻ ഉപകാരപ്പെടുന്നതാണ്.
ഇത് നല്ലൊരു എനർജി തരുന്ന ഒരു എനർജൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മസ്കുലർ ഫട്ടീക്ക്, മസിൽസിൻ്റെയൊക്കെ ക്ഷീണം അകറ്റാനും അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ന്യൂറൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെയും പിസ്തയുടെയും ഒക്കെ തന്നെ റെമഡി പറഞ്ഞല്ലോ, ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷമായിട്ടോ അല്പം ഗുൽക്കന്ത് കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഗുൽക്കന്ത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3-4 കുങ്കുമപ്പൂവിൻ്റെ ഇതളുകൾ നമുക്ക് അല്പം വെള്ളത്തിലോ 1-2 സ്പൂണ് വെള്ളത്തിലോ അതുപോലെ തന്നെ പാലിലോ കുതിർത്ത് നന്നായിട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം 1 കപ്പ് പാല് നന്നായിട്ട് ഇത് ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് 2 നേരമായിട്ടൊക്കെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സാഫ്രോൺ മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് നല്ലൊരു എനർജൈസറാണ്. അതുപോലെ തന്നെ മസിലിൻ്റെ വീക്ക്നെസ്സിനൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇതിന് പ്രധാന റിസൾട്ട് എന്ന് പറയുന്നത് സർക്കുലേഷൻ കുറവുള്ള ആളുകൾക്ക് അത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കുങ്കുമപ്പൂവ് പാലിൽ ചേർക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് പ്രഗ്നൻസിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളർ വയ്ക്കാൻ എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. അതല്ല കേട്ടോ. ഇതുപോലെ നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് സാഫ്രോൺ മിൽക്ക് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം ഉണ്ടാവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് സമയം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യുന്ന ജോലികളാണെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ കാല് മടക്കിയിരിക്കുന്ന സമയത്താണെങ്കിലോ മൊബൈൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്തും ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടായാലും ഇടയ്ക്ക് നമ്മളൊരു മസിൽസിനൊരു എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് കൈ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ബാക്കിലോട്ട് പ്രഷർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക. ഇത് 2 കൈയിനും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നെർവിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി എന്നുള്ളതുപോലെ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും. അതുവഴി ഉണ്ടാകുന്ന ഇത്തരം തരിപ്പ്, മരവിപ്പ് പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാനും കൂടെ നിങ്ങൾക്ക് സഹായിക്കും. ഇനി ഇതൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും എക്സസൈസ് നമുക്ക് ശീലമാക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ സഹായിക്കും. എപ്പോഴും ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയാലും വൈറ്റമിൻ ഡി ആയാലും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള വൈറ്റമിൻസിൻ്റെയോ പോഷകാഹാരക്കുറവിൻ്റെയോ കാരണം മൂലമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഹാരത്തിനും ചെറിയ രീതിയിലായാലും ഒരു പങ്കുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇത്തരം ടിപ്സുകളൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സുകൾ ഞാൻ പറഞ്ഞു. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക, മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.